രാവിലെ തന്നെ മഴ ആസ്വദിച്ചിരിക്കുക കേട്ടോ. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നെടുത്ത വീഡിയോ കേട്ടോ. ഇതിൻ്റെ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് സിറ്റ് ഔട്ടിൽ ഇരുന്ന് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി നമ്മൾ ഐഫുക്കുട്ടിക്ക് ചായയൊക്കെ കൊടുത്തു. ഓളെ മദ്രസക്ക് പറഞ്ഞയച്ചു. രാവിലെ പോകുമ്പോൾ ബിസ്ക്കറ്റും ചായയൊക്കെ ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണമെന്നൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഒരു പോയിട്ടുണ്ട്. ഇനി വരുമ്പോഴത്തേന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുക്കണം. അപ്പം നമ്മളെ ചീയപ്പാട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ എപ്പോഴും പറയില്ലേ മലപ്പുറംകാരെ ദേശീയ ഭക്ഷണം എന്ന്. അപ്പോൾ ആപ്പാണ് കേട്ടോ. അങ്ങനെ അപ്പത്തിനുള്ള മാവൊക്കെ റെഡിയാക്കി അടുപ്പൊക്കെ കത്തിച്ചത് അടുപ്പത്ത് അപ്പം ചുടുന്നുണ്ട്. പിന്നെ അപ്പം ചുടുന്നതിൻ്റെ ഇടയിൽ മുറ്റം അടിച്ചു വാരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അപ്പത്തേക്ക് കറിയൊന്നും വേണ്ട. തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിനും. അപ്പോൾ ആ സമയം കൊണ്ട് മുറ്റടിച്ചു വരാലോ. അല്ലെങ്കിൽ പിന്നെ കറിക്കുള്ളതൊക്കെ കട്ട് ചെയ്യാനും അങ്ങനെയൊക്കെ നിൽക്കും. അങ്ങനെ അപ്പം ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുപ്പത്ത് ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ അതാ ഞാൻ മാങ്ങഞ്ചി അച്ചാർ ഇടാണ് കേട്ടോ. ഈ മാങ്ങഞ്ചി പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമെന്നറിയില്ല. നമ്മൾ തൊടിയിലൊക്കെ ഉണ്ടാവും. വെറുതെ കളയുന്ന സാധനമാണ്. കണ്ട ഇഞ്ചിനെ പോലെ ഇരിക്കും കേട്ടോ. നാട്ടുമ്പുറത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയേക്കാരം. അപ്പോൾ അരി അടുപ്പത്തിട്ടിട്ടാണ് കേട്ടോ അത് തൊലി കളയാൻ നിന്നത്. ഇപ്പം നല്ലോണം മണ്ണുണ്ടേനി. അപ്പോൾ മണ്ണൊക്കെ കളഞ്ഞാണ്ടാണ് ഞാൻ തൊലി കളഞ്ഞെടുത്തത് കേട്ടോ. പിന്നെ ഇതിന് ചെറിയൊരു കറ ഉണ്ടാവും എന്ന് പറയണേക്കെ അമ്മയൊക്കെ. അപ്പോൾ ഞാൻ ചുടുവെള്ളത്തിൽ ഇട്ട് വെക്കാണ് കേട്ടോ. അതിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ട് ചെറുതായിട്ടൊരു ഒട്ടലുണ്ടാവും അതിന്. അപ്പോൾ അതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചുടുവെള്ളത്തിലിട്ട് പിന്നെ ഞാൻ ഓട്ടപാത്രത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, വെള്ളമൊക്കെ വാർന്ന് വരാൻ വേണ്ടിയിട്ട്. പിന്നെ വേഗം ചോറ് വെന്തിനി. ചോറ് വെന്തൊക്കെ എൻ്റെ അടിയിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ആ അടുപ്പത്ത് തന്നെ നമ്മൾ ചട്ടി വെച്ച് അതിലേക്ക് നല്ലെണ്ണയാണ് ഇട്ട് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഉലുവയും കടുകിട്ട് പൊട്ടിച്ചെടുത്തു. വറ്റൽമുളക് ഇട്ട് കൊടുത്തു. പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് കാശ്മീരി മുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ അടുപ്പിൽ നല്ലോണം തീ ഉണ്ടെങ്കിൽ തീ കുറക്കണം കേട്ടോ, അല്ലെങ്കിൽ വേഗം പൊടികളൊക്കെ കരിയും. അങ്ങനെ അതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിതാ വേഗം നമ്മൾ മാങ്ങഞ്ചി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലിപ്പോൾ വെള്ളമൊന്നുമില്ല കേട്ടോ, നമ്മൾ വെള്ളമൊക്കെ വാർത്തെടുത്തതുകൊണ്ട് വെള്ളമൊന്നുമില്ല. എന്നിട്ട് ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഉപ്പ് തിരുമ്മി വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഉപ്പ് തിരുമ്മിയിട്ടില്ലേ, ഇനി ഉപ്പ് തീക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് തിരുമ്മിയിട്ട് കുറച്ച് നേരം വെച്ചിട്ട് അച്ചാറിട്ടാലും മതി. പിന്നെ ഞാൻ കുറച്ച് ഉലുവയും കടുകൊക്കെ പൊടിച്ചെടുത്ത് വറുത്ത് പൊടിച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ഞാൻ ഇപ്പം വറുത്ത് പൊടിച്ചതാണ്. അങ്ങനെ അതും ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക കേട്ടോ. നേരത്തെ നമ്മൾ ചേർത്ത ഉപ്പ് കുറവേനെ, അപ്പോൾ കുറച്ചും കൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സുർക്കി ഒഴിച്ചു കൊടുത്തു. സുർക്ക പറഞ്ഞാൽ വിനാഗിരി കേട്ടോ. വിനാഗിരി പറഞ്ഞാലേ എല്ലാവർക്കും അറിയുള്ളൂ. നമ്മൾ ഈ ഭാഗത്തൊക്കെ സുർക്ക എന്നാ പറയാം. അപ്പോൾ ഇതാ കണ്ടോ, നല്ല അടിപൊളി അച്ചാറാട്ടോ. നല്ല ടേസ്റ്റുമാണ്. നമുക്കിത് ഇപ്പം തന്നെ ഉപയോഗിക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഇരുമ്പ് ചട്ടിന്ന് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ചൂടാറിയിട്ട് നമുക്ക് ബോട്ടിലാക്കിയിട്ട് വെക്കാം. പിന്നെ ചോറും വിളമ്പി കുറച്ച് ബീഫ് വരട്ടിയതുണ്ടായിനും അതും നമ്മൾ അച്ചാറൊക്കെ കൂട്ടി കുഴച്ചാട്ടോ ഒന്ന് ഫുഡ് അയച്ചത്. അപ്പോൾ മാങ്ങഞ്ചി അച്ചാർ നല്ല ടേസ്റ്റാണ്. വെറുതെ കളയൊന്നും വേണ്ട. നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അച്ചാർ ഇട്ട് വെക്കോണ്ടി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാം.